ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു ഉപമകളാൽ പറഞ്ഞ കാര്യം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിൽ ഉടനീളം കാണാൻ സാധിക്കും. അതിലാദ്യത്തെ 30 വാക്യത്തിൽ യേശു പറഞ്ഞ ഉപമ 1 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ യേശു കർത്താവ് വിതയ്ക്കുന്നവൻ്റെ ഉപമയാണ് അവിടെ പറയുന്നത്. കർത്താവായ യേശു കർത്താവിൻ്റെ ആ ശുശ്രൂഷയുടെ ഭാഗമാണ്. അന്ന് യേശു വീട്ടിൽ നിന്ന് പുറപ്പെട്ട് കടലിനരികെയിരുന്നു. വളരെ പുരുഷാരം അവൻ്റെ അടുക്കൽ വന്നു കൂടുകൊണ്ട് അവൻ പടകിൽ കയറിയിരുന്നു. പുരുഷാരമെല്ലാം കരയിലിരുന്നു. അവൻ അവരോട് പലതും ഉപമകളായി പ്രസ്താവിച്ചിരുന്നാൽ വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു, പറവകൾ വന്നു അത് തിന്നു കളഞ്ഞു. ചിലത് പാറസ്ഥലത്ത് ഏറെ മണ്ണില്ലാത്ത ഇടത്ത് വീണു. മണ്ണിന് താഴ്ചയില്ലായിയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു. സൂര്യൻ ഉദിച്ചാറെ ചൂട് തട്ടി വേറില്ലായിയാൽ അത് ഉണങ്ങിപ്പോയി. മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു. മുള്ള് മുളച്ച് വളർന്നു അതിനെ ഞെരുക്കിക്കളഞ്ഞു. മറ്റു നല്ല നിലത്ത് വീണു. 100, 60, 30 മേനിയായി വിളച്ചു. ചെവിയുള്ളവൻ കേൾക്കട്ടെ. പിന്നെ അടുക്ക വന്നവരോട് ഉപമകളായി സംസാരിക്കുന്നത് എന്ത് എന്ന് അവനോട് ചോദിച്ചു. അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, സ്വർഗരാജ്യത്തിൽ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. അവർക്കോ ലഭിച്ചിട്ടില്ല. ഉള്ളവന് കൊടുക്കും, അവന് സമൃദ്ധി ഉണ്ടാകും. ഇല്ലാത്തവനോടോ അവനുള്ളതും കൂടെ എടുത്തു കളയും. അതുകൊണ്ട് അവർ കണ്ടിട്ട് കാണാതെയും കേട്ടിട്ട് കേൾക്കാതെയും ഗ്രഹിക്കാതെയും ഇരിക്കാൻ ഞാൻ ഉപമകളായി അവരോട് സംസാരിക്കുന്നു. നിങ്ങൾ ചെവിയാൽ കേൾക്കും, ഗ്രഹിക്കുകയില്ലതാനും; കണ്ണാൽ കാണും, ദർശിക്കുകയില്ലതാനും. ഈ ജനത്തിൻ്റെ ഹൃദയം തടിച്ചിരിക്കുന്നു. അവർ ചെവി കൊണ്ട് മന്ദമായി കേൾക്കുന്നു, കണ്ണടച്ചിരിക്കുന്നു. അവർ കണ്ണ് കാണാതെയും ചെവി കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതെയും തിരിഞ്ഞു കൊള്ളാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിന് തന്നെ എന്ന് യെശയ്യാവ് പറഞ്ഞ പ്രവാചകത്തിന് അവരിൽ നിവൃത്തി വരുന്നു. എന്നാൽ നിങ്ങളുടെ കണ്ണ് കാണുന്നത് കൊണ്ടും നിങ്ങളുടെ ചെവി കേൾക്കുന്നത് കൊണ്ടും ഭാഗ്യമുള്ളവ. ഏറിയ പ്രവാചകന്മാരും നീതിമാന്മാരും നിങ്ങൾ കാണുന്നത് കാണാൻ ആഗ്രഹിച്ചിട്ട് കണ്ടില്ല, നിങ്ങൾ കേൾക്കുന്നത് കേൾപ്പാൻ ആഗ്രഹിച്ചിട്ട് കേട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എന്നാൽ വിതയ്ക്കുന്നവൻ്റെ ഉപമ കേട്ടുകൊള്ളുവീൻ. ഒരുത്തൻ രാജ്യത്തിൻ്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാഞ്ഞാൽ ദുഷ്ടൻ വന്ന് അവൻ്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നു. ഇതത്രേ വഴിയരിയെ വിതയ്ക്കപ്പെട്ടത്. പാറസ്ഥലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ടിട്ട് ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നുവെങ്കിലും വേരില്ലായിയാൽ അവൻ ക്ഷണീയനത്രേ. 21-ാം വാക്യത്തിൽ വചനം നിമിത്തം ഞെരുക്കമോ ഉദരമോ നേരിട്ടാൽ അവൻ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു. മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേൾക്കുന്നുവെങ്കിലും ഈ ലോകത്തിന് ചിന്തയും ധനത്തിൻ്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലമായി തീരുന്നതാകുന്നു. നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ടു ഗ്രഹിക്കുന്നതാകുന്നു. അത് വിളഞ്ഞു 100, 60, 30 മേനി നൽകുന്നു. അവൻ മറ്റൊരു ഉപമ അവർക്ക് പറഞ്ഞു. അപ്പോൾ 23 വരെ വിതയ്ക്കുന്നതിൻ്റെ ഉപമയാണെങ്കിൽ അടുത്ത 24 മുതൽ അവൻ മറ്റൊരു ഉപമ അവർക്ക് പറഞ്ഞു കൊടുത്തു. സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തൻ്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശമാകുന്നു. മനുഷ്യർ ഉറങ്ങുമ്പോൾ അവൻ്റെ ശത്രു വന്നു ഗോതമ്പിൻ്റെ ഇടയിൽ കള വിതച്ച് പോയിക്കാം. ഞാറ് വളർന്നു കതിരായപ്പോൾ കളയും കാണായി വന്നു. അപ്പോൾ വീട്ടുടയുടെ ദാസന്മാർ അവൻ്റെ അടുക്കൽ ചെന്ന്, യജമാനെ, വയലിൽ നല്ല വിത്തല്ലയോ വിതച്ചത്? പിന്നെ കള എവിടെ നിന്ന് വന്നുവെന്ന് ചോദിച്ചു. ഇത് ശത്രു ചെയ്തതാകുന്നുവെന്ന് അവൻ അവരോട് പറഞ്ഞു. നിങ്ങൾ പോയി അത് പറിച്ചു കൂട്ടുവാൻ സമ്മതമുണ്ടോ എന്ന് ദാസന്മാർ അവനോട് ചോദിച്ചു. അതിനവറില്ല. പക്ഷേ കള പറിക്കുമ്പോൾ ഗോതമ്പും കൂടെ പിഴുതു പോകും. രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ. കൊയ്ത്ത് കാലത്ത് ഞാൻ കൊയ്യുന്നവരോട് മുമ്പേ കള പറിച്ച് കൂട്ടി ചുട്ടുകളയേണ്ടത് കെട്ടുകളായി കെട്ടുവാനും ഗോതമ്പൻ്റെ കളപ്പുരയിൽ കൂട്ടിവെപ്പാനും കൽപ്പിക്കും എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ സന്നിധിയിൽ യേശു കർത്താവിൻ്റെ ഈ ഉപമയിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കുന്നത്, ആർക്കും ഇത് ദൈവത്തിനെ മനസ്സിലാക്കണം, ആരും മനസ്സിലാക്കിയെടുക്കത്തക്കവണ്ണം ഉള്ള ചിന്തയിലാണ് ഈ വചനങ്ങൾ ഇവിടെ വായിക്കുന്നതും നമ്മൾ ഗ്രഹിക്കുന്നു. അതുകൊണ്ട് കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ. കർത്താവേ, ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ വചനത്തിൻ്റെ ശക്തിയിൽ ബലവും കൃപയും നൽകി അവരെ എതിർക്കൊണ്ട് മുൻപോട്ട് പോകുവാൻ സഹായിക്കണം. കർത്താവിൻ്റെ കരുണകൃപ കൂടെ ഇരിക്കണം.
ഇത് കാണുന്ന കേൾക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും പ്രത്യേക അനുഗ്രഹങ്ങൾ നീ നൽകണം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ഗോഡ് ബ്ലസ് യു.